കൂമ്പ് തോരനാണ്. അതിനൊരു കൂമ്പ് കൊത്തി അരിഞ്ഞ് വെളിച്ചെണ്ണ വരട്ടി വെക്കുക. ഒരു മുറി തേങ്ങ തിരുമ്മിയത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കരിയാപ്പില, ഒരു കപ്പ് തോമര വേവിച്ച്, ഒത്തിരി വേവരുത്, അതും വേണം. പിന്നെ ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളക്, അരി ഇത്രയും കൂടി ഇട്ട് കടുക് വറക്കണം. ഏറ്റവും നല്ലത് ഇച്ചിരി അരി ഇട്ട് കടുക് വറക്കുന്നത്. എന്നിട്ട് കരിയാപ്പിലയും ഇട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന കൂമ്പ് അതിൻ്റെ കൂടെ ഇടുക. അരി മൂത്ത് കഴിയുമ്പം അതും ഇട്ട് ഈ വേവിച്ച് വെച്ചേക്കുന്ന തോമര, അതിൻ്റെ വെള്ളവും ഉണ്ട്, ആ തോമരയും വെള്ളവും അതിൻ്റെ കൂടെ ഒഴിക്കുക. അത്രയും, വേറെ വെള്ളം വേണ്ട, ആ വെള്ളവും അതിൻ്റെ കൂടെ ഒഴിച്ച്, തോമര ഒത്തിരി വേവരുത്, അതും ഇട്ട് ഈ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നില്ല സാധനങ്ങൾ, തേങ്ങായും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ, അതെല്ലാം കൂടെ ഒന്ന് ചതയ്ക്കണം, അരയരുത്. ചതച്ച് വെച്ചിട്ട് കരിയാപ്പിലയും കൂടി ഇട്ട് ചതച്ച് അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് ഉപ്പുപൊടിയും കൂടി ഇട്ട് പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഈ തോമര വെന്ത വെള്ളം മതി. തോമര അതും കൂടി ഇട്ട് തല്ലിപ്പൊത്തി വെക്കുക. 2-3 പ്രാവശ്യം അങ്ങനെ ഇളക്കി അങ്ങനെ അടച്ച് വെച്ച് 5 മിനിറ്റ് അങ്ങനെ 2-3 പ്രാവശ്യം ഈ അടപ്പെടുത്ത് തുറന്നും എടുത്തും വെക്കുക. എളുപ്പം വേവും. പിന്നെ കൂമ്പിന് വൻപയറും ചെറുപയറും ചേരും, നല്ലതാണ്.